കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവം പിടികിട്ടുന്നില്ലല്ലോ മോളെ. എന്നെ തല്ലിയ അവൾക്കൊപ്പം നിന്ന് അപമാനിച്ച ജയേട്ടനെ അമ്മ സ്നേഹിച്ച അമ്മയും ഞാനും തമ്മിലായിരിക്കും പിന്നെ അകലാൻ പോകുന്നത്. അമ്മയുടെ ഈ മാറ്റം എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. എല്ലാരും തമ്മി തല്ലട്ടെ, അതിനിടയില് കോംപ്രമൈസ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിൽക്കാം. വീട് വിട്ട് പോയവളുമായി ജയേട്ട് ഇനി കാണാൻ പാടില്ല. അവളുമായിട്ട് ഒരു ബന്ധവും പാടില്ല. അതിനെ അമ്മ എതിർത്തില്ലെങ്കില് നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല. ജയേട്ടനൊരു കുടുംബജീവിതം ഉണ്ടാവാൻ പാടില്ല. എങ്കിലേ നമുക്കും നമ്മുടെ മക്കൾക്കും സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റൂ. ഈ ജന്മം എന്തായാലും നിങ്ങൾ ഞങ്ങൾക്ക് ചെലവിന് തരാൻ പോകുന്നില്ല. അതിനുള്ള കഴിവ് നിങ്ങൾക്കില്ല. പിന്നെ ആങ്ങളുടെ ചെലവിന് ജീവിച്ചല്ലേ പറ്റൂ. നിന്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കും അറിയില്ല രാഗിണി. ആ, എവിടെയായിരുന്നു ഗൃഹനാഥൻ? പൂജാമുറിയിലായിരുന്നു രാഗം. ഞാൻ വരാതിരിക്കാൻ വേണ്ടി നന്നായി പ്രാർത്ഥിച്ചു അല്ലേ? ഞാൻ പോയതിനു ശേഷം നിങ്ങൾ ഇവിടെ കിടന്ന് അഴിഞ്ഞാടുന്നത് അപ്പ തന്നെ എന്റെ കാതിൽ എത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ രണ്ട് പെമ്മക്കളും പ്രേമൻ എന്ന മരുമോനും നമ്മൾ തമ്മിൽ തല്ലുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ. ഇനിയിപ്പൊ ഞാൻ അഴിഞ്ഞാടിയെങ്കില് രാഘവന്റെ കരണത്തടിച്ചു ഞാൻ നിന്നു കൊണ്ടോളാം. പിന്നെ എന്നെ തല്ലിയാലും കൊന്നാലും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. ആ പാവം കൊച്ചിനെ ഒരു കാരണവശാലും പറഞ്ഞു വിടരുതായിരുന്നു. ഞാനാണോ പറഞ്ഞു വിട്ടത്? അവള് തന്നെ ഇഷ്ടത്തിന് പോയതല്ലേ? എങ്ങനെ പോകാതിരിക്കും? രാഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രണ്ട് പെമ്മക്കളും അതിനെ ഇട്ട് പൊരിക്കുമായിരുന്നു. പിന്നെ രാഗം വന്നു കഴിഞ്ഞാൽ ജീവൻ കാണുമോന്ന് അതിന് സംശയം തോന്നുന്നതിൽ അത്ഭുതമില്ലല്ലോ. നിങ്ങൾക്ക് ജാതകത്തിൽ വിശ്വാസമുണ്ടോ? എനിക്ക് ഭയങ്കര വിശ്വാസമാണെന്ന് രാഗത്തിനറിയില്ലേ? എന്നാ നിങ്ങളെപ്പോലെ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ഭയങ്കര വിശ്വാസമാ. അവള് പേരുദോഷം കേൾപ്പിച്ച പെൺകുട്ടിയാണെന്ന് കല്യാണത്തിന് മുൻപ് തന്നെ ജ്യോത്സ്യം പ്രവചിച്ചത് 100% സത്യമായി വന്നിരിക്കുക. അത് യഥാർത്ഥ സംഭവം അറിയാത്തതുകൊണ്ടാ രാഗം അങ്ങനെ സംസാരിക്കുന്നത്. നടന്നതൊക്കെ എന്റെ മോൻ എന്നോട് വിശദീകരിച്ചു കഴിഞ്ഞു. അതൊക്കെ അവൻ നേരത്തെ അറിഞ്ഞതാ. ഡോക്ടർ ഇക്ബാല് അവൻ പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞതാ. ഗംഗയോടോ? എന്നോട് ആ സമയത്ത് പറഞ്ഞില്ല. കല്യാണത്തിന് മുൻപ് പറഞ്ഞായിരുന്നോ? ആ സംഭവത്തിന്റെ സൂത്രധാരനായ സദാനന്ദനും അവന്റെ മോനും കൂടെ അന്ന് ജയലാല് ഹോസ്പിറ്റലിൽ കിടന്നപ്പം എന്നോടെല്ലാം പറഞ്ഞിരുന്നു. അതായത് കല്യാണത്തിന് മുമ്പല്ലേ? അതെ. എന്നിട്ട് എന്തുകൊണ്ടാ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? അത് പിന്നെ പറ. ജയലാലിന് ദീപമോളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അന്ന് ആ കുട്ടിയല്ലാതെ വേറെ ആരും വേണ്ടെന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ കൂടെ നിന്നത്. അപ്പൊ ഞാൻ അറിയാതെ മക്കളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലേ? അയ്യോ, ഈ ഒരു കാര്യത്തിന് മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്തുള്ളൂ. എന്നെ എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? എന്റെ രണ്ട് ആൺമക്കളും എന്ത് തെറ്റ് ചെയ്താലും അതിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാ നിങ്ങള്. ജയൻ നമ്മുടെ വീടിന് പറ്റാത്ത ഒരു ബന്ധം എടുത്തിട്ടില്ലല്ലോ രാഘവ്. അപ്പോ നമ്മുടെ വീടിന്റെ അന്തസ്സിന് ചേർന്ന ഒരു ബന്ധമാണ് ദീപയുടേതെന്നല്ലേ? അമ്മ ജയിൽ പുള്ളിയാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ മോനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതും നമ്മൾ ആവശ്യപ്പെട്ട സ്ത്രീധനം ഏറെക്കുറെയൊക്കെ തന്നതും അതിലും വലിയൊരു തെറ്റ് അവള് ചെയ്തതുകൊണ്ടാണല്ലോ. ആ കുട്ടിക്ക് ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാത്തത് കൊണ്ട് അതിന്റെ വീട്ടിലേക്ക് പോയി. ജയലളിത തന്നെ കൊണ്ടുവിട്ടത്. അവർക്കും അതിന് എതിർപ്പൊന്നുമില്ല. പിന്നെ ഗംഗയ്ക്ക് എന്താ വേണ്ടത്? അവളെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരണോ? എന്തായാലും ഈ വിഷയത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എല്ലാവർക്കും ആശ്വാസം കിട്ടുന്ന ഒരു തീരുമാനം. ബന്ധം പിരിയണം എന്ന് പറയാൻ പോവാണോ? അങ്ങനെ പറഞ്ഞ നമ്മുടെ മോൻ ബന്ധം പിരിയുവോ? അല്ല, അത് പ്രയാസവാ. പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് രാഗം തന്നെ അങ്ങ് പറഞ്ഞാ മതി. ശരി, ഞാൻ തന്നെ പറയാം.
ഇനി എന്ത് വേണോന്ന്. അണ്ണാ നല്ല ചൂട് കട്ടൻ കാപ്പി കുടിക്ക്, ഒന്ന് ഉഷാറാകട്ടെ. ആരടാ? അവനാ ആ പ്രേമൻ. പറയടാ. അണ്ണാ വന്നണ്ണാ, എന്റെ അമ്മായിയമ്മ വന്ന്. ഓ, ജയിലിൽ നിന്ന് എത്തിയോ? ആ എത്തി. എന്നിട്ട് വന്നപ്പോ തന്നെ എന്റെ ഭാര്യയും അവളുടെ അനിയത്തിയും കൂടെ അമ്മായിയുടെ ചെവി കടിച്ച് പറിക്കുവാ. ഞാൻ കൂടെ നിന്നില്ല കേട്ടോ. എന്താ അമ്മായിയുടെ നിലപാട്? ഒന്നും അറിയത്തില്ല. അമ്മ ഇപ്പൊ പഴയ പോലെ ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാം മൂളിക്കേക്കും, ഒന്നിനും മറുപടിയില്ല. അങ്ങനെയാ പോക്ക്. അതാണല്ലോ സൂക്ഷിക്കേണ്ടത്. അതെ, ഇനി മനസ്സിനകത്ത് എന്തൊക്കെ ദുഷ്ടതരങ്ങളാ ഉരുണ്ടുകൂടിയിട്ടുള്ളതെന്ന് അറിയത്തില്ല. ദീപി ഇപ്പൊ ദീപയുടെ വീട്ടിലല്ലേ? അതെ, ഒരു കണക്കിന് അത് നന്നായി. അല്ലെങ്കിൽ അമ്മായിക്ക് തിരിച്ച് ജയിലിൽ തന്നെ പോകേണ്ടി വന്നേനെ. ജയലാൽ എന്ത് പറയുന്നു? ഓ, അളിയ എന്തു പറയുന്ന, അമ്മായി പറയുന്നതേ അളിയും കേക്കൂ. ഏതായാലും അവിടെ നടക്കുന്ന കാര്യങ്ങള് അപ്പൊ നീ എന്നെ അറിയിക്കണം. ഓ, അതുപോലെ തന്നെ മാക്സിമം ദീപയെ സപ്പോർട്ട് ചെയ്യണം. നീ ആ കുട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞെന്നറിഞ്ഞ അവിടെ വന്ന് നിന്റെ അമ്മായിയുടെ മുന്നിലിട്ട് നിന്നെ തല്ലും. എനിക്കറിയാം അണ്ണാ, അതുകൊണ്ട് ഞാൻ അണ്ണൻ പറയുന്ന പോലെ കേക്കൂ. ശരിയണ്ണ, ഞാൻ വെക്കട്ടെ. ശരിയപ്പോ പറഞ്ഞ പോലെ ചെയ്യുന്ന കാലന. എന്താ അണ്ണാ, ജയലാലേട്ടന്റെ അമ്മ വന്നോ? ആ വന്നു. ഇനിയിപ്പോ ദീപചേച്ചിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലേ? ദീപി അവിടെ പോകുന്നതും പോകാതിരിക്കുന്നതും അല്ല പ്രശ്നം. ജയലാൽ ഇവിടെ എന്ത് തീരുമാനം എടുക്കുന്നത് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അമ്മയെ ധിക്കരിക്കാൻ മോന് പറ്റുമോ? ജയലാലിന്റെ ഷോറൂം ഇവിടെ അടുത്താ. ഇവിടെ അടുത്തെങ്ങാനും ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ദീപിയെ അവിടെ താമസിപ്പിച്ചാ പോരെ? അങ്ങനെ ചെയ്താലും ആ ജയിൽ പുള്ളി അന്വേഷിച്ചു വരില്ലേ? കള്ളത്തരം ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ മോന്റെയും മരുമോളുടെയും തലമണ്ട അവര് പൊട്ടിക്കില്ലേ? അവസാനം നമ്മൾ ഇടപെടേണ്ടി വരുന്ന തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് അണ്ണൻ സഹായമായി പിന്നാലെ ഉണ്ടെന്ന് ചേച്ചി അറിയിക്കുന്നത് വളരെ നല്ലതാണ്. അന്ന് ആ പ്രേമനെ തല്ലിയ വിവരം ചേച്ചി അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ നല്ല നല്ല കാര്യം ചെയ്താൽ ആ സ്നേഹം എന്നും നിലനിൽക്കും. അല്ലെങ്കിൽ സ്നേഹം കുറയുമല്ലേ? സ്നേഹം കുറയുന്നു മാത്രമല്ല, അണ്ണനെ മറക്കുകയും ചെയ്യും. അണ്ണ പെണ്ണ് മറന്നാലും വെറുത്താലും ഒരുപോലെയാ. പിന്നെ അവര് മഷിയിട്ട് നോക്കിയാലും കാണത്തില്ല. അതെ, അണ്ണൻ വിഷമിക്കണ്ട അണ്ണ. ഈ രചന പറഞ്ഞ കാര്യം ദേശിച്ചോട് പറഞ്ഞിട്ട് ഈ പിണക്കമൊന്ന് അവസാനിപ്പിച്ചൂടെ? ഏയ്, അത് ശരിയാവത്തില്ല. ദിയ ചേച്ചിയുടെ ശത്രുവായ ഒരു പെണ്ണിന് വേണ്ടി നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കണോ അണ്ണ? നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോവാടാ. ഗത്യന്തരമില്ലാതെ വന്നാ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ ഇപ്പൊ അതല്ല പ്രശ്നം. ജയലാലിനെയും ദീപി ഒന്നിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ദിയയുടെ അമ്മ എന്ത് കഷ്ടപ്പെട്ട ആ കല്യാണം നടത്തിയത്. ഇപ്പതേ വീട് പോലുമില്ല, ചെറിയ വാടക വീട്ടിലാ താമസം. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനാ ആ അമ്മ കിടന്ന് പെടാപ്പാട് പെടുന്നത്. അച്ഛനെന്ന് പറയുന്ന ഒരുത്തൻ വീട് മാറിയത് ഒരു സൗകര്യമായി കരുതിയിട്ട് അയാളുടെ പാട് നോക്കിപ്പോയി. ആ അവസരത്തില് ദിയയുടെ കുടുംബത്തിന് തണലായിട്ട് നിൽക്കേണ്ടത് നമ്മുടെ കടമയാ. ഏതായാലും നാളെ ജയലാലിനൊന്ന് വിളിക്കണം. പറ്റുമെങ്കിൽ നേരിട്ട് കാണണം. എന്തെങ്കിലും സഹായം ചോദിക്കുവാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാമല്ലോ.
ജയ, പുറപ്പെടാം. എങ്ങോട്ട്? നിന്റെ ഭാര്യ വീട്ടിലേക്ക് തന്നെ. എന്തിനാ അങ്ങോട്ട്? പറഞ്ഞത് കേട്ടാ മതി. ഞാനും നീയും കൂടി അങ്ങോട്ട് പോവാ. ദീപ അവളുടെ വീട്ടിലേക്ക് പോയില്ലേ അമ്മേ? പിന്നെന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? അവളെ ഒന്ന് കാണണം, അവളുടെ വീട്ടുകാരെയും. വെറുതെ വഴക്കിന് പോകണ്ട അമ്മേ. ഇനി ദീപ ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? എനിക്ക് അവിടെ ചെന്നിട്ട് ചിലതൊക്കെ പറയാനുണ്ട്. അമ്മ വെറുതെ വഴക്കിന് നിൽക്കരുത്. അമ്മയ്ക്കറിയാലോ, ദീപയുടെ അമ്മ മുഖം നോക്കാതെ സംസാരിക്കുന്ന കൂട്ടത്തിലാ, നല്ലതിനൊപ്പം നിൽക്കുന്ന കൂട്ടത്തിലാ. അതിന് അല്ല, ഇതുവരെ അമ്മയോട് അവര് മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ എന്തൊക്കെ ചെയ്തിട്ടും പറഞ്ഞിട്ടും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഓ, ഇനി പ്രതികരിക്കോ? എനിക്ക് സംശയമുണ്ട് ഇനി പ്രതികരിക്കുമെന്ന്. അതുകൊണ്ടാ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞത്. നീ വന്നില്ലെങ്കിലും ഞാൻ പോവും. എന്തിനാ അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് സംസാരിച്ച് സമയം കളയാൻ നേരമില്ല. നിന്നോട് വരാൻ പറഞ്ഞാ വരണം. അങ്ങനെയെങ്കിൽ ജയിലിൽ നിന്ന് അതുവഴിയല്ലേ ഇങ്ങോട്ട് വന്നത്? അപ്പൊ അവിടെ കയറായിരുന്നല്ലോ. അപ്പോഴവിടെ കേറാൻ എനിക്ക് തോന്നിയില്ല. ഇപ്പോഴാ തോന്നിയത്. എന്താ അങ്ങനെ തോന്നിക്കൂടെ? ജയ, നിനക്കോ ഈ കുടുംബത്തിനോ ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അത്രമാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. അമ്മേ, ഹേമയും ചാരുവും കൂടെ ദീപ എവിടെയായിട്ട് വട്ടം കറക്കുമായിരുന്നു. അമ്മ കൂടി വന്നു കഴിഞ്ഞാൽ ദീപയ്ക്ക് ശ്വാസം പുള്ളി കൂടുമെന്ന് കണ്ടപ്പോഴാണ് അവൾക്ക് ഇവിടുന്ന് പോകണമെന്ന് തോന്നിയത്. പിന്നെ ദീപയുടെ അമ്മയനിയത്തിയൊക്കെ അത് തന്നെ ആവർത്തിച്ചു. അവസാനം അത് ശരിയെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ അവിടെ കൊണ്ടുവന്ന് വിട്ടത്. ഇതൊക്കെ നീ എന്നോട് പറഞ്ഞതാണല്ലോ. നീ പറഞ്ഞത് അവിടെ നിക്കട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ അവരോട് പറഞ്ഞോളാം. നീ എനിക്കൊപ്പം ഒന്ന് വന്നാ മതി. ഞാൻ പറയുന്നതൊക്കെ കേട്ടോണ്ടിരുന്നാ മതി. ഇറങ്ങാൻ നോക്ക്. അമ്മേ, ഒരുപാട് തവണ ഒരേ കാര്യം തന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. ഇനി എന്റെ ശബ്ദം മാറും. എന്നെ വെറുതെ തിളപ്പിക്കരുതെന്നാ പറഞ്ഞത്. ശരി, ഞാൻ വരാം. എന്നാ വേഗം റെഡി ആയിട്ട് വാ. കുറെ നേരമായി അമ്മ വിളിക്കുന്നു. ഒരു തരത്തിൽ എടുക്കുന്നില്ലല്ലോ. എന്തിനാണാവോ അങ്ങോട്ട് എഴുന്നള്ളിയത്? ശ്ശെ. ചേച്ചി, ചേച്ചി, എന്താ മോളെ? അതെ, കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അതറിഞ്ഞില്ലേ? ആരാ? ഒന്ന് വന്ന് നോക്ക്, അപ്പൊ അറിയാലോ. ആരാന്ന് പറഞ്ഞൂടെ? ഭർത്താവ് വന്നിട്ടുണ്ട്, കൂടെ അമ്മായിയമ്മേ. കണ്ടപ്പോ ഞങ്ങളും ഞെട്ടി, ഇതുപോലെ തന്നെ. പക്ഷെ കേട്ടത് സത്യ. ലാലേട്ടനൊപ്പം പട്ടാളച്ചിട്ടയുള്ള അമ്മയും വന്നിട്ടുണ്ട്. അവരെന്താ ഇപ്പൊ ഇങ്ങോട്ട്? അത് എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയണ്ടേ? ചേച്ചി അങ്ങോട്ട് വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. മറ്റെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. ഇനി നമ്മുടെ വീടടക്കം ആക്ഷേപിക്കാനാണോ വന്നതെന്ന് അറിയില്ല. ചിലപ്പോ ചേച്ചിയും കൂടി വന്നതിന് ശേഷം പറയാനുള്ളത് പറയും. ജയിലിൽ പോയി കണ്ടവരോടൊക്കെ ലാലേട്ടന്റെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെയോ ഉള്ളി വെച്ചോണ്ട് അന്ന് സംസാരിച്ചിട്ടുള്ളത്. അതിനി പുറത്തേക്ക് വരും ചേച്ചി വന്നു കഴിയുമ്പോ. എനിക്ക് പേടിയാ മോളെ അങ്ങോട്ട് വരാൻ. എന്തിനാ ചേച്ചി പേടിക്കുന്നത്? നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവരെന്ത് ചെയ്യാനാ? ചേച്ചി തല്ലു? അങ്ങനെയാണെങ്കിൽ അവരും തല്ലുകൊണ്ടേ പോകത്തുള്ളൂ. നമ്മുടെ അമ്മ തന്നെ തിരിച്ചു കൊടുക്കും. ഇപ്പൊ തന്നെ പരിധി വിട്ടിരിക്കുക. ലാലേട്ടൻ വിളിച്ചു പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വരുന്ന കാര്യം. അമ്മ വിളിക്കരുതെന്ന് പറഞ്ഞു കാണും. പിന്നെ വിളിക്കാൻ പറ്റൂ? ഇന്ന് ജയിലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. അവിടുന്ന് വരുന്ന വഴിക്ക് ഇവിടെ കയറിയതായിരിക്കോ? അല്ലല്ലോ. അമ്മയുമായി വീട്ടിലെത്തിയെന്ന് ഇടയ്ക്ക് വിളിച്ചപ്പോ ലാലേട്ടൻ പറഞ്ഞായിരുന്നു.
എന്റെ ചേച്ചി, ഇവിടെ നിന്ന് ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്താതെ അങ്ങോട്ട് വാ. ഇത് നമ്മുടെ വീടല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഇവിടെ കയറി വന്ന് അവരെന്തായാലും ആക്രമിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ചിലപ്പോ നാക്കിന് എല്ലില്ലാതെ സംസാരിക്കും. സഹി കെട്ടാൻ നമുക്ക് അതിനൊക്കെ മറുപടി കൊടുക്കാന്നേ. ലാലേട്ടന് എല്ലാം അറിയാലോ. പിന്നെ ഇനി ആർക്കും നമ്മളെ കൂടുതൽ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. ഏതായാലും ചേച്ചി വാ. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അമ്മ ഇങ്ങോട്ട് വരുമെന്ന്. പക്ഷെ എനിക്ക് നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു അവരെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് വരുമെന്ന്. ഈ ബന്ധം പിരിയണോന്ന് പറയാനാണോ വന്നതെന്ന് അറിയില്ലല്ലോ. പറയുന്നെങ്കി പറയട്ടെ ചേച്ചി. ചേച്ചി വാ. അമ്മ ഏട്ടനെയും കൂട്ടി എങ്ങോട്ടായിരിക്കും പോയത്? അമ്മ വരുന്നതിന് മുമ്പ് അവളെ അങ്ങ് കൊണ്ടുപോയല്ലോ. അതമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ ചെന്ന് അവൾക്കും അവളുടെ അമ്മയ്ക്കും അനിയത്തിക്കും അടി കൊടുക്കാൻ പോയതായിരിക്കും. അയ്യോ, അതൊക്കെ വലിയ പ്രശ്നമാവത്തില്ലേ? സംശയമുണ്ടോ? അവിടെയൊക്കെ പോയി അവരെ തല്ലാൻ നോക്കിയാലേ അടിയും കൊണ്ടേ അമ്മായി തിരിച്ചു വരുള്ളൂ. ആ നാട്ടിലേക്ക് പോകുന്ന തന്നെ സൂക്ഷിച്ചു വേണം. അമ്മയുടെ അടുത്ത് അവളുമാരുടെ സാമർഥ്യമൊന്നും ചെലവാവില്ല. എന്റെ ബലമായ സംശയം അമ്മായിയേം വിലക്കിയോന്നാ. ആര്? ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഈ ദീപയുടെ അനിയത്തി ഉണ്ടല്ലോ, അവള് പുലിയാ. അങ്ങനെങ്കിലേ ഞാനും എന്റെ അമ്മയൊക്കെ വരയും പുലിയാ. ദീപയുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയാ മിക്കവാറും അമ്മയുടെ മോളുടെ ശരീരത്തില് വരയും കുറിയൊക്കെ വീഴും. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ വരയും പുലി ആയിക്കോളും. ഇങ്ങേരോട് ആരെങ്കിലും സംസാരിക്കോ മോളെ? ഇങ്ങേരന്ന് വീണിട്ട് കൈയുടെ കുഴയാണ് തെറ്റിയതെങ്കിലും തലയ്ക്കാ തകരാറ് സംഭവിച്ചിരിക്കുന്നെ. അതിനുശേഷം ഇയാള് മറ്റൊരാളായിട്ട് മാറി. സത്യം പറ പ്രേമേട്ട, ആരാ പ്രേമേട്ടനെ വരട്ടിയത്? എന്നെ ആരെങ്കിലും വരട്ടിട്ടുണ്ടെങ്കിലേ അവരധികം വൈകാതെ നിങ്ങളെയും കാണാൻ വരും. അത് കഴിയുമ്പോ നിങ്ങളുടെ സ്വഭാവത്തിലും മാറ്റം വന്നോളും. എന്നോട് കാർത്തി പറഞ്ഞിട്ടുണ്ട് ബുള്ളറ്റ് ജഗൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയെ പറ്റി. അവനാ അവളുടെ അനിയത്തിയുടെ കാമുകൻ. അവനല്ലേ എന്ന് കല്യാണത്തിന് കാർത്തിയെ കൊണ്ടുവന്നിരുത്തി കല്യാണം കാണിപ്പിച്ചത്? അതെ, കാർത്തിയുടെ അച്ഛനാ ആ നാട് ഭരിക്കുന്നത്. അയാള് വിചാരിച്ച ആരെ വേണമെങ്കിലും തല്ലാനും കൊല്ലാനും കള്ളക്കേസിൽ കൊടുക്കാനും ഒക്കെ പറ്റും. പക്ഷേ അവർക്ക് പോലും ഇവനെ പേടിയാ, ഈ ബുള്ളറ്റ് ജഗനെ. നിങ്ങളുടെ ദേഹത്തിന് അവൻ ബുള്ളറ്റ് വല്ലതും കയറ്റിയോ? അയ്യോ, അവന്റെ ബുള്ളറ്റ് എങ്ങാണ് എന്റെ ദേഹത്ത് കയറിയ പിന്നെ ഹേമയ്ക്ക് എന്നെ ഇങ്ങനെ കാണാൻ പറ്റുമോ? ഹേമേ, എങ്കിലയാള് കൈ പിടിച്ചോടിച്ച് കാണും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ പറഞ്ഞ ബുള്ളറ്റ് ജഗനുണ്ടല്ലോ, ഇരട്ട ചങ്കനല്ല, ട്രിപ്പിൾ ചങ്കന. ദീപയെ അവളുടെ വീട്ടുകാരെയും പിണക്കുന്നത് ബുള്ളറ്റ് ജഗനെ പിണക്കുന്നതിന് തുല്യവാ. അവൻ അവന്റെ കൂട്ടുകാരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാലേ വീട് കയറി അടിച്ച് വെളുപ്പിക്കും. പിന്നെ ജയനളിയനുള്ളത് കൊണ്ട് അങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് കരുതാം. എന്തായാലും ഒന്ന് പൊടിക്ക് ഒതുങ്ങാൻ പറ രണ്ടു മക്കളും കൂടെ. അമ്മായി ഇതുവരെ മറ്റുള്ളവരുടെ തലയടിച്ച് പൊട്ടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി ഇത്തിരി മയപ്പെട്ടില്ലെങ്കിലേ അമ്മായിയുടെ തലയടിച്ച് പൊട്ടിക്കാനും ചിലപ്പോ ആൾക്കാർ വന്നെന്ന് വരും. മക്കളുടെ മുന്നിട്ടായിരിക്കും അത് ചെയ്യുന്നത്, അത് മറക്കണ്ട. ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായോ? അവനാണ് പ്രേമേട്ടന്റെ സ്വഭാവം മാറാനുള്ള കാരണം. അതുപോലുള്ള ഇനങ്ങളൊക്കെ പേടിക്കണം മോളെ. എനിക്കൊരുത്തനെയും പേടിയൊന്നുമില്ല. അവനെയൊക്കെ പേടിച്ചിട്ട് എന്റെ അമ്മ അവളെ തിരികെ കൊണ്ടുവരാനും പോകുന്നില്ല. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവമായല്ലോ ചേച്ചി. അതാ ഞാനും ആലോചിക്കുന്നത്. കൊണ്ടുപോകുന്നത് കൊല്ലാനായിരിക്കോ? പോണോ വേണ്ടയോന്ന് അമ്മ പറയട്ടെ.
എന്നിട്ട് പോയാ മതി. എന്നവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യുമെങ്കിൽ ലാലേട്ടൻ വിളിച്ചു പറഞ്ഞേനെ അമ്മ വിളിക്കുമ്പോ വീട്ടിലേക്ക് വരണ്ടെന്ന്. എന്നാലും എനിക്കൊരു ആത്മവിശ്വാസം ഇല്ല ചേച്ചി. ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. അല്ലെങ്കിൽ ഇത്രയും വിശാല മനസ്കൊന്നും അല്ല ലാലേട്ടന്റെ അമ്മ. അമ്മ, ചേച്ചി എന്താ വേണ്ടത്? കൂടെ പോണോ? മോൾ എന്താ പറയുന്നത്? ഞാൻ എന്താ അമ്മ പറയേണ്ടത്? കൊല്ലാനാണോ വിളിച്ചോണ്ട് പോകുന്നതെന്ന് സംശയമുണ്ട് അമ്മേ. അവരിന്ന് ജയിലിൽ നിന്ന് വന്നതേ ഉള്ളൂ. തൊട്ടു പിന്നാലെ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജയലാലും അവിടെ ഉണ്ടല്ലോ. എന്തായാലും വന്ന് വിളിച്ച സ്ഥിതിക്ക് ഇനി പോവാതിരിക്കുന്നത് ശരിയാണോ? ഞാനും അത് തന്നെ ആലോചിച്ചേ. ചിലപ്പോ ജയലാലിന്റെ സ്നേഹം കണ്ടിട്ട് ഇനി ഇളയ മോനെ കൂടി നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി അവരിങ്ങനൊരു തീരുമാനം എടുത്തതാണെങ്കിലോ? അങ്ങനെ ആണെങ്കിലാ പേടിക്കേണ്ടത്. ലാലേട്ടൻ ചേച്ചിയെ വിട്ടുകളയാത്തതുകൊണ്ട് സ്നേഹം കൊടുത്തിട്ട് കൊല്ലില്ലാന്ന് ആര് കണ്ടു?